വേദിയിലെ ബഹുമാന്യരെ, സദസ്സിൽ പ്രിയപ്പെട്ടവരെ, സെക്യുലർ ജീവിതം നേരിടുന്ന വെല്ലുവിളികൾ എന്ന സെമിനാറാണ് ഇവിടെ അവതരിപ്പിച്ചത്. വളരെ സഗൗരവം തന്നെ അത് അവതരിപ്പിക്കുകയുണ്ടായി. അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് സുനിൽകുമാർ, കാട്ടൂർ കളവിൻ്റെ എഴുത്തുകാരൻ നമ്മുടെ അശോകൻ ചെരുവിലും, ഉദ്ഘാടകനായിട്ടുള്ള അശോകൻ ചെരുവിലും, സാംസ്കാരിക പ്രവർത്തകയായ ഗീത നസീറും വളരെ ഈ സെക്യുലർ ജീവിതം നേരിടുന്ന വൈതരണികളെക്കുറിച്ചും അവതരിപ്പിക്കുകയുണ്ടായി. തുടർന്ന് സംസാരിച്ച നമ്മുടെ കെ എ ശശിധരനും ശക്തിധരനും വി എച്ച് ദിരാറും, അതിനോടനുബന്ധിച്ച് നടന്ന എ ഒ സണ്ണിയും സതീഷും ശോഭന ചേച്ചിയും, കൂടാതെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എ ഡി ഡേവിസും, വേദി നിയന്ത്രിച്ച നമ്മുടെ പി എസ് ഇക്ബാലും തുടങ്ങിയവരൊക്കെ അതേക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി സംസാരിച്ചുകൊണ്ട് ഈ നന്ദി അവസാനിപ്പിക്കാം. ഞാൻ വിവാഹം കഴിച്ചത് മിശ്രവിവാഹിതരായിട്ടുള്ള ഒരാളുടെ മകളെയാണ്. എൻ്റെ അച്ഛനും അമ്മയും മിശ്രവിവാഹിതരായിരുന്നു. എൻ്റെ മക്കൾ ഇപ്പം മതം ഇല്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. പറയാൻ വന്നത്, ഞാൻ ഈയിടെ തിരുനാവായയിൽ നടന്ന മാമാങ്കം കാണാൻ പോവുകയുണ്ടായി. കാണാൻ പോയത് അവിടുത്തെ ആചാരം കാണാനല്ല. മുൻപ് കേരളവർമ്മ കോളേജിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഇത് നിയന്ത്രിക്കുന്ന വ്യക്തി. അത് കർമ്മി എന്ന് പറയുന്നതാണ്. ഇദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ പോയത്. കേരളവർമ്മ കോളേജിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അത് അവിടുത്തെ പ്രിൻസിപ്പാൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കുട്ടിയെ അപമാനിച്ചതിന് ശേഷം ആ കുട്ടി മംഗലം ഡാമിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനെതിരെ ഞങ്ങളെ കോളേജിൻ്റെ മുന്നിൽ ഒരു സമര പ്രഖ്യാപനം നടത്തി. ഞാനന്ന് സമീക്ഷ എന്ന് പറഞ്ഞിട്ട് മാസികയിൽ ഈ സർക്കുലേഷൻ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4 ദിവസം മുമ്പ് ഒരു സംഘം ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ സമരം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. കോളേജിൻ്റെ മുന്നിൽ ഉണ്ട്. സമരം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കാല് വെട്ടിക്കളയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസ് മാടമ്പി ലൈനുണ്ട്, അവിടേക്ക് വരികയാണെങ്കിൽ സൗകര്യമായി നിങ്ങൾക്ക് കാല് വെട്ടാൻ എന്ന് പറഞ്ഞു. അങ്ങനെ 4 പേര് കാല് വെട്ടാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അന്ന് നമ്മുടെ പത്രാധിപരായിട്ടുള്ള കെ വേണു അവിടെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, കാല് വെട്ടാൻ വന്ന ആൾക്കാരാണ്, സമരം നടത്തുന്നതിനാണ് പറഞ്ഞു. അങ്ങനെ വേണു അവരെ വിളിച്ചു. മാരകായുധങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ അവർ കിടന്ന് പരിങ്ങി. അവസാനം പറഞ്ഞു, മാരകായുധം ഇല്ലാണ്ട് കാലെങ്ങനെ വെട്ടുക, അത് വേണമെങ്കിൽ നടത്തിയുള്ളൂ, ഇദ്ദേഹമാണ് MC തൈക്കാട്, ഇദ്ദേഹമാണ് അവിടെ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞു. പക്ഷേ അവർ ആ സംഘം തിരിച്ചു പോയി, ഒന്നും ചെയ്തില്ല, കാലൊന്നും വെട്ടിയില്ല. അതിലത്തെ പ്രമുഖ വ്യക്തി കാല് വെട്ടും എന്ന് പറഞ്ഞ വ്യക്തിയാണ് പിന്നീട് കോളേജിലത്തെ പഠനത്തിന് ശേഷം ദേശാഭിമാനിയിൽ പത്രപ്രവർത്തകനായി, അതിനുശേഷം കൽക്കത്തയിലും ഈ ഡൽഹിയിലൊക്കെ പോയി സ്വാമിയായി, ഭക്തനായി. ആ വ്യക്തിയാണ് ഇവിടെ കുംഭമേള നടത്തിയത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയതാണ്, കാണാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്നത്തെ ഈ സെക്യുലർ ജീവിതം നേരിടുന്ന വെല്ലുവിളികൾ വളരെ ഹൃദ്യമായി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കളെയും, പ്രിയപ്പെട്ട ഏവരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാളിന് പുറത്ത് നമ്മുടെ മധുസൂദനൻ കുറച്ച് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥയിലുള്ള കുറേ ചിത്രങ്ങളാണ്. അത് എഴുത്തുകളെ കൊണ്ടാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൂടി നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മധുസിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു.
നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.